കേശവൻ കഴിഞ്ഞാൽ ഗുരുവായൂരിലെ ആനകളിൽ ഏറ്റവും വലിപ്പമുള്ള കൊമ്പനായിരുന്നു ഗുരുവായൂർ വലിയ നാരായണൻ. 1950 കാലഘട്ടത്തിലാണ് നാരായണൻ പുന്നത്തൂർ കോട്ടയിലെത്തുന്നത്. മികച്ച പാപ്പാനായിരുന്ന കോതര ബാലൻ നായരും വലിയ നാരായണനും തമ്മിലുള്ള കൂട്ടുകെട്ട് അക്കാലത്ത് വളരെയധികം പേരുകേട്ടതായിരുന്നു. 9.5 അടിക്ക് മുകളിൽ ഉയരമുണ്ടായിരുന്ന ലക്ഷണമൊത്തൊരു കൊമ്പൻ, അതായിരുന്നു ഗുരുവായൂർ ദേവസ്വം വലിയ നാരായണൻ. നാരായണനെ ആനപ്രേമികൾക്കിടയിൽ പ്രിയങ്കരനാക്കിയത് ഒരു ദശാബ്ദത്തോളം നീണ്ടുനിന്ന ഇവരുടെ കൂട്ടുകെട്ട് തന്നെയാണ്. നാരായണന്റെ ഇടത്തെ കൊമ്പ് പുറത്തേക്ക് അല്പം ചാടി വളഞ്ഞതായിരുന്നു. ബാലൻ നായർ എത്ര കുടിച്ചു ബോധം പോയാലും അവൻ തൻ്റെ വളഞ്ഞ ഇടത്തെ കൊമ്പിൽ പാപ്പാനെയും താങ്ങി വരുമായിരുന്നു. ഉത്സവത്തിന്റെ ചിട്ടകളെല്ലാം മനപ്പാടമായിരുന്ന നാരായണൻ ഒറ്റ എഴുന്നള്ളിപ്പിന് ഏറ്റവും യോജിച്ച കൊമ്പനാണ്. ഗുരുവായൂരിലെ ഏറ്റവും വലിയ തലക്കെട്ട് നാരായണൻ്റെതായിരുന്നു. എന്നാൽ 1976 നാരായണൻ നീരിൽ നിൽക്കുന്ന സമയത്ത് ചെറിയൊരു തെറ്റിദ്ധാരണയുണ്ടാവുകയും കോതറ ബാലൻ നായർ നാരായണനിൽ നിന്നും ഇറങ്ങുകയും ചെയ്തു. ബാലൻ നായർ പോയതോടെ നാരായണന്റെ പ്രഭാവം എല്ലാം നഷ്ടപ്പെട്ടു. 1981 വലിയ നാരായണൻ ചങ്ങലകളില്ലാത്ത ലോകത്തേക്ക് യാത്രയായി.